ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ ഹെയർ ഫോളിന് ഞാൻ ന്യൂട്രീഷൻ ടാബ്ലറ്റ് കഴിക്കണോ അതോ PRP ഇഞ്ചക്ഷൻ എടുക്കണോ അതോ ഡയറക്റ്റ്ലി ഹെയർ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകണോ എന്നുള്ളത്. നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഹെയർ ഫോൾ ഒരിക്കലും ഒരു അസുഖമല്ല. അത് നമ്മുടെ ബോഡിയിൽ ഒന്നുകിൽ ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അല്ലെന്നുണ്ടെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, ഇതിനായിരിക്കും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് പാർട്ട് പറയുന്ന സമയത്ത് ഒരാളുടെ പ്രായം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, നമുക്കൊരു 18 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും 35 വയസ്സുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ചില 35 വയസ്സ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് 60 വയസ്സിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞെങ്കിൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് മുടിയുടെ മുൻഭാഗം, ഈ ഭാഗത്ത് മാത്രമായിട്ടൊരു ഹെയർ ഫോൾ ഉണ്ട്. പുറകിൽ നല്ല സ്ട്രോങ് ഹെയർ ആണെങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പുറകിലും ഫ്രണ്ടിലും ഒരുപോലെ ഹെയർ ഫോൾ ഉള്ള ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിൽ തന്നെ ഫീമെയിൽ പാറ്റേൺ ബോൾനെസ്, മെയിൽ പാറ്റേൺ ബോൾനെസ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാണ്ട്. ഇനി മൂന്നാമത് പറയുവാണെങ്കിൽ നമുക്ക് ഒരാൾ ട്രീറ്റ്മെൻറ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ വന്ന് പറയുന്നത്, ഡോക്ടർ എനിക്ക് ഉള്ളു നന്നായിട്ട് കാണുന്നുണ്ട്, അപ്പോൾ എനിക്ക് അതൊന്ന് കവർ ചെയ്ത് കിട്ടണം. ഇനി മറ്റൊരാൾ പറയുന്നത്, ഡോക്ടർ എനിക്ക് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് മാത്രം പുതിയ മുടി കിളിർപ്പിക്കണം. അപ്പോൾ നമ്മൾ ഉൾഭാഗം കുറച്ചും കൂടെ നല്ലതാക്കണമെങ്കിൽ യൂഷ്വലി PRP ന്യൂട്രീഷൻ ടാബ്ലറ്റും ആയിരിക്കും. ഇനി ഫ്രണ്ടിൽ പുതിയ മുടികൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകേണ്ടതായിരിക്കും. ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അപ്പം അതും കൂടി ഡിസൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്രോപ്പർ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.